നമസ്കാരം. പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് എടക്കരയിൽ നിന്ന് മുസ്ലിയാരങ്ങാടി ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ടൗൺ അങ്ങാടിയിൽ നിന്ന് 2 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ അതിമനോഹരമായ 5 സെന്റിലെ 1700 സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീട് കാണാം. ഞാൻ ഇതിന്റെ ഫ്രണ്ട് ഭാഗത്താണ് നിൽക്കുന്നത്. ഫ്രണ്ട് ഭാഗത്ത് മതിലുകളൊക്കെ വെട്ടിയിട്ടുണ്ട്. 2 ഭാഗത്ത് നമുക്ക് വണ്ടി കയറ്റി നിർത്താനുള്ള സൗകര്യങ്ങൾ ഇതാക്കണം. അവിടെ നമ്മളെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ കാണുന്ന വലതു ഭാഗത്ത് എല്ലാ വാഹനങ്ങളും കയറ്റി നിർത്താനുള്ള സൗകര്യമുണ്ട്. നമുക്ക് ഇതിലേക്ക് കയറാനുള്ള ചെറിയൊരു ഗേറ്റ് ഫ്രണ്ട് ഭാഗത്തേക്ക് വീട്ടിലേക്ക് കയറാനുള്ള സ്പേസും ഉണ്ട്. നമുക്കൊരു ബൈക്കുകൾ 2 വീലറൊക്കെ വണ്ടി കയറ്റി നമുക്ക് മഴ കൊള്ളാത്ത രൂപത്തിൽ നമുക്ക് കയറ്റിയിടാനുള്ള സൗകര്യമുണ്ട്. അതും ബസ് റൂട്ട് റോഡിൽ നിന്ന് 750 മീറ്റർ ഉള്ളൂ ദൂരമുള്ളൂ. ഇതിലേക്ക് അത്യാവശ്യം നല്ല സൗകര്യമുള്ള 5 സെന്റ് സ്ഥലമാണെങ്കിലും അത്യാവശ്യം നല്ല സൗകര്യമുള്ള വീടിന്റെ ഫുൾ ഭാഗത്തേക്കാണ് കിടക്കുന്നത്. ജനാലുകളൊക്കെ ഫുൾ മരത്തിലൂടെയാണ് വർക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത്. ഞാൻ സിറ്റ് ഔട്ടിൽ ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യമുണ്ടല്ലോ, ഇതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത്. ലിവിൻ ഹാളിലേക്ക് കയറിയപ്പോൾ ആളുകൾക്ക് വിശാലമായ നല്ല ഇരിക്കാനുള്ള സൗകര്യങ്ങളും ഇതുണ്ട്. പിന്നെ അതേമാതിരി നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് മോഡലാണ് കണ്ടോളൂ. ഇതിൻ്റെ വർക്കും കാര്യങ്ങളും നമുക്ക് ഒരു ടേബിള് ഭക്ഷണം കഴിക്കാൻ ഇരിക്കാനുള്ള സൗകര്യം, അതേമാതിരി വാഷ് ബേസ് അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഉണ്ട്. വീട് കാണാൻ നല്ലൊരു ഐശ്വര്യമുള്ള ഒരു വെള്ളം കയറാത്ത നല്ലൊരു വീട് തന്നെ നിങ്ങൾക്ക് പറയാം. ഈ വീട് അത്യാവശ്യം ഇപ്പോൾ പെയിൻ്റൊക്കെ അടിച്ച് ഒന്ന് ഉഷാറാക്കിയാണ്. അടിഭാഗത്ത് നിങ്ങൾക്ക് കാണാം, റൂമിലേക്ക് കയറിയപ്പോൾ തന്നെ കാണാം നല്ല വലുപ്പത്തിലുള്ള ഗ്രാനൈറ്റ് അല്ലേ. ഇത് ഗ്രാനൈറ്റാണ് അടിഭാഗത്ത് ഇട്ടിട്ടുള്ളത്. വേറെ നീളത്തിലാണ്, വീതി ഒരു പാകത്തിനാണെങ്കിൽ നീളം നല്ല ഉണ്ട്. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ഫസ്റ്റ് റൂമൊക്കെ കണ്ടു. ഞാൻ ഇങ്ങനെ രണ്ടാമത്തെ റൂമിലേക്കാണ് പോകുന്നത്. രണ്ടാമത്തെ റൂം അത്യാവശ്യം അതേ വലുപ്പം തന്നെ നമുക്ക് പറയാം. നല്ല വിശാലമായ നല്ല സൗകര്യത്തിൽ ചുമരുകളൊക്കെ നല്ല മോഡൽ ഡിസൈനൊക്കെ കൊടുത്ത്, അതും ഈ റൂമിലും അതേമാതിരി തന്നെയാണ് ഗ്രാനൈറ്റാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ നമുക്ക് അലമാര സെറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. വലിപ്പ മോഡലൊക്കെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അങ്ങനെ 2 റൂം കണ്ട് അത് ഇതിൻ്റെ മുകൾ ഭാഗത്തേക്കും റൂമുകളുണ്ട്. അതിൻ്റെ താഴെ ഭാഗത്ത് തന്നെ ഇപ്പോൾ കോമൺ ബാത്റൂം, ഇതിൻ്റെ വിശാലമായ ഒരു കോമൺ ബാത്റൂം ഇതിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. നല്ലൊരു എന്താ പറയുക, അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. നമ്മളെ ക്ലോസറ്റൊക്കെ നല്ല കമ്പനി ക്ലോസറ്റുകൾ, ഒരു അത്യാവശ്യം റിപ്പയർ കുറേ പണികൾ ഏകദേശം ഇതിലെടുത്തിട്ടുണ്ട്. പുതിയ വീടല്ലെങ്കിലും അത്യാവശ്യം നല്ല കുറ്റിയുറപ്പുള്ള ഒരു ഭാഗത്ത് വിള്ളലോ കംപ്ലൈൻറ്റോ ഒന്നുമില്ല. മുകൾ ഭാഗത്തേക്ക് രണ്ടാമത്തെ നിലയെടുത്ത് പുതിയതാണ്. ഇതിന് മുകൾ ഭാഗത്തേക്കുള്ള സ്റ്റെയറിൻ്റെ വർക്ക് ഫുള്ള് ഉഷാറാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് അടിഭാഗത്തെ ഓരോ ഐറ്റംസുകൾ കാണും. നമ്മൾ നേരെ അടുക്കള ഒരു വിശാലമായ അടുക്കളയാണ്. ഇത് ചെറിയ ചില്ലറ അല്ല, ഏകദേശം പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ചെറിയൊരു പണികൾ മാത്രമേ എടുക്കാനുള്ളൂ. ഫ്രണ്ട് ഭാഗത്തൊക്കെ നല്ല മതിൽ കൊടുത്ത്, പിന്നെ ഞാൻ പുറത്തോട്ട് വർക്കരിയിലേക്ക് വന്നത്. വർക്കരിയിലൊക്കെ സ്ത്രീകൾക്ക് പാചകം ചെയ്യാൻ നല്ല അടുപ്പ്, ഇങ്ങോട്ടാണ് ഇതിൻ്റെ സ്ഥാനം. അതുകൊണ്ടാണ് ഈ അടുപ്പ് ഇങ്ങനെ കൊടുക്കുന്നത്. നിങ്ങൾ കണ്ടാൽ തോന്നും ഇങ്ങോട്ടും ഓരോന്നിനും ഓരോ അടുപ്പുകൾ ഓരോ സ്ഥാനങ്ങളുണ്ട്, അതിനനുസരിച്ച് ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പാത്രം കഴുകാനുള്ള സൗകര്യം ഇതിലുണ്ട്. നമുക്ക് ടിന്നുകൾ സാധനങ്ങളൊക്കെ വെക്കാൻ റാക്കുകൾ ഉണ്ടോ എന്നൊക്കെ നോക്കി ഇങ്ങനെ നടക്കണം സ്ത്രീകളുണ്ടാവും നമ്മളെ വീഡിയോ. അപ്പോൾ ഇവർക്ക് വിശാലമായ നല്ല ടിന്നുകളും സാധനങ്ങളൊക്കെ വെക്കാനും നല്ല സൗകര്യമുണ്ട്. പിന്നെ വീടിൻ്റെ പുറം ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു കട്ട നമുക്ക്, അതായത് ചളികളില്ലാതിരിക്കാൻ ഫുള്ള് ചുമരുമ്പക്ക് വെള്ളം തെറിച്ചാതിരിക്കാൻ വേണ്ടി ഒരു കട്ട പതിച്ചിട്ടുണ്ട്. നമ്മൾ വണ്ടി ഇങ്ങോട്ട് വീടിൻ്റെ ഇടത് ഭാഗത്ത് സ്പേസ് ഉണ്ട്. നമുക്കിത് വേണമെങ്കിൽ ഇവിടെ ഒരു ഇൻഡസ്ട്രി വർക്ക് എടുത്തിട്ട് നമുക്ക് വണ്ടി ഒരു കാർ ഫോർച്ചാക്കി മോഡലാക്കി എടുക്കാം. ഇത് നമുക്ക് ഉള്ളിലേക്ക് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. കണ്ടോളി, ഇതിൻ്റെ ഉള്ളിലേക്ക് സ്പേസ് ഉണ്ട്. നമ്മളൊരു ബാത്റൂം ഇതിൽ പുറം ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അതേ നമുക്ക് ടോയ്ലറ്റ് പോകാൻ സാധാ ക്ലോസറ്റിലൂടെ മുകൾ ഭാഗം വരെ ടൈലിട്ടിട്ടുണ്ട്. അതാണ് മുകൾ ഭാഗത്ത് ഫുള്ള് സീറ്റാണ് ഇട്ടിട്ടുള്ളത്. അതിൽ തൊട്ടടുത്ത് അങ്ങനെ കാണാൻ നിങ്ങൾക്ക് നല്ല വെള്ളം പറ്റാത്ത കിണറാണ്. അതാണ് ഇതിലേറ്റവും ഹൈലൈറ്റ്. നല്ല അടിപൊളി ശുദ്ധമായ വെള്ളമാണ്. ആ വെള്ളം നോക്കി നിങ്ങൾ, അതാണ് വീട്ടുകാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നതാണ്. വീട്ടിൽ വെള്ളമുണ്ടോ എന്ന് നോക്കും.
സൗകര്യമുണ്ടോ, വണ്ടി വരാനുള്ള സൗകര്യമുണ്ടോ എന്ന് നോക്കും. വിദ്യാഭ്യാസ സ്ഥാപനം തൊട്ടടുത്തുണ്ടോ എന്ന് നോക്കും. അതേമാതിരി തുണിക്കട, ജ്വല്ലറി എല്ലാം തൊട്ടടുത്തുണ്ടോ എന്ന് നോക്കും. എല്ലാം കൊണ്ട് സൗകര്യത്തിലടങ്ങി ഈ വീട് നിങ്ങൾക്ക് നല്ല അനുയോജ്യമായി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുറഞ്ഞ വിലക്കാണ് നമ്മളിത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്തോട്ട് ഞാനൊന്ന് കയറുകയാണ്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് എടുത്തത് ഫുള്ള് പണി, അതായത് പുതിയതാണ്. മുകൾ ഭാഗത്തേക്ക് വാർപ്പ് ചെയ്തിട്ടുള്ളത്. അടിഭാഗത്ത് മാത്രമുള്ളത് ഒറ്റ നിലയായിരുന്നു വീട്. മുകൾ ഭാഗത്തേക്ക് പുതിയതാണ് എടുത്തിട്ട് അതിൻ്റെ ഒരു മാറ്റം മേലെ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം, സംഭവിക്കും. അത് നോക്കാം. ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഹാള്, വിശാലമായ ഹാളുണ്ട്. പിന്നെ നിങ്ങൾ ഞാൻ താഴെ കാണുന്ന 2 റൂം കണ്ടു. ഇനി 3ാമത്തെ റൂമിലേക്കാണ് പോകുന്നത്. എന്താണ് സൗകര്യം! 3ാമത്തെ റൂം നമ്മൾ ഫസ്റ്റ് കണ്ട അതേ റൂമിൻ്റെ സ്പേസ് വലുപ്പമൊക്കെ ഈ 3ാമത്തെ റൂമിലുണ്ട്. ഏകദേശം നിങ്ങൾ കണ്ടില്ലേ, ഇതിൻ്റെ മെറ്റീരിയലൊക്കെ നോക്കിക്കോളൂ. ഫുള്ള് മരം തടിയിലൂടെയാണ് ഇതിൻ്റെ ഡോറായാലും നല്ല ഡിസൈൻ മോഡലാണ് വരുന്നത്. ഇനി കാണാം 4ാമത്തെ റൂം. 4ാമത്തെ റൂമും ഹൈവ. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും, ഇതിന് മുകൾ ഭാഗത്ത് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ലേ, താഴോട്ട് ഇറങ്ങി പോകണമൊക്കെ ഒന്ന് ചോദിക്കും. അതിലിതാക്കണ് നിങ്ങൾക്ക് അനുയോജ്യമായ നല്ലൊരു ബാത്റൂം. ഇതിൽ ഏറ്റവും വിശാലമായ ഒരു ബാത്റൂം തന്നെ നമുക്ക് പറയാം. അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. ലൈറ്റ് ഇതിൻ്റെ ഉള്ളിലില്ല. അത്യാവശ്യം നല്ല 3/4 ഭാഗം വരെ ടൈലിട്ടിട്ടുണ്ട്. കമ്പനി ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത്. മുകൾ ഭാഗത്ത് പുതിയ വാർപ്പ് ചെയ്തതാണ്. നമുക്ക് അതിരാവിലെ നീച്ചൊരു പല്ല് തേക്കണമെങ്കിലും വാഷ് ബേസ് തൊട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതും ഡോറ് ഡിസൈൻ മോഡലാണ് ഡോറ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നിങ്ങൾക്ക് എത്ര റൂം കണ്ടു? 4 റൂം കണ്ടു. അങ്ങനെ പുറത്തത്തെ കാഴ്ച കാണണമെങ്കിൽ അതിരാവിലെ ഒരു ചായ കുടിച്ച്, ഇവിടെ നമ്മളെ സറഫുദ്ദീൻ്റെ ചെറിയ വർക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിർബന്ധമായിട്ട് കൊടുക്കണം അല്ലേ, ഇൻഡസ്ട്രി വർക്കിലോ പിന്നെ വേണമെങ്കിൽ സ്റ്റീലോ വേണമെങ്കിൽ കൊടുക്കാം. തൊട്ട് അയൽവാസികളുണ്ട്. അതാണ് ഇതിൽ കറുത്ത റോഡിൽ നിന്ന്, അതായത് ബസ് റൂട്ട് റോഡല്ല, കറുത്ത റോഡിൽ നിന്ന് നേരെ ഉള്ളിലേക്ക് ഒരു കോൺക്രീറ്റ് ഡാറിങ് തന്നെ ഏകദേശം ചെയ്ത നല്ലൊരു സ്ഥലമാണ്. പിന്നെ അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. അങ്ങനെ സിറ്റ് ഔട്ടിൽ ഞാൻ പോകുന്നു. സിറ്റ് ഔട്ടിൽ നിന്ന് ഹാളും മുകൾ ഭാഗത്തെ നല്ല സ്പേസും കാര്യങ്ങളുണ്ട്. ഇനി ഞാൻ ഓപ്പൺ ടെറസ്, അതായത് നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻ പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ചെറിയൊരു പരിപാടിയൊക്കെ എടുത്ത് ഇവിടെ ഉണ്ടാക്കാനും പറ്റും. അതേമാതിരി എന്തെങ്കിലും ഉണക്കിടാനും അലക്കിടാനും ഒക്കെ പറ്റിയ നല്ലൊരു സൗകര്യമുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകളൊക്കെ ആഗ്രഹിക്കുന്നതാണ് നല്ല പച്ചിലകൾ കൊണ്ട് നമുക്ക് മുരിങ്ങ ഇതിൽ തന്നെയാണോ? അതിർത്തിയിൽ തന്നെയാണ്. പക്ഷേ പുറത്തൊന്നുമല്ല, ഏകദേശം നല്ല ചിമ്മിനി മുകളൊക്കെ മുറിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട്. തെങ്ങ് ഇതിലല്ല കേട്ടോ, പുറം ഭാഗത്താണ് മെഷീന് ഇവിടെ ഫിറ്റ് ചെയ്യുക. കാരണം അതിൻ്റെ ട്രാപ്പുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പുറം ഭാഗത്തൊക്കെ നോക്കിക്കോളൂ കേട്ടോ, ഫുള്ള് തേച്ച് വൃത്തിയാക്കിയാണ്. ഒരു ഭാഗത്ത് തേക്കാനില്ല. അങ്ങനെ 5 സെൻറ്റ് സ്ഥലം, 1700 സ്ക്വയർ ഫീറ്റ്, 750, അതായത് ബസ് റൂട്ട് റോന്ന് ഏകദേശം 700-750 മീറ്ററുള്ള ഇതിലേക്കുള്ള വൈദ്യുത മദ്രസും വിദ്യാഭ്യാസ സ്ഥാപനമൊക്കെ 1 കിലോമീറ്റർ 1/2 കിലോമീറ്റർ ഡിഫറൻസ് ഉള്ളൂ. ഈ വീടിന് എത്ര ഇങ്ങനെ ചോദിക്കുന്നത് ചോദിക്കുമല്ലോ അല്ലേ. 5 സെൻറ്റും 1700 സ്ക്വയർ ഫീറ്റിൽ ഈ വീടിന് നമ്മൾ ചോദിക്കുന്നത് 42 ലക്ഷം രൂപയൊക്കെയാണ്. പക്ഷേ നല്ല വില വരുന്നൊരു ഏരിയ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ വീട് ആവശ്യമുണ്ട് എങ്കിൽ അടിയിൽ കാണുന്ന 2 നമ്പർ ഉണ്ടാവും. ആ നമ്പറിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഒന്ന് സർഫുദ്ദീൻ, ഒന്ന് എൻ്റെ നമ്പറാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചാൽ കോൺടാക്ട് ചെയ്തോളൂ. നല്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ കച്ചവടമല്ലേ, നെഗോഷ്യബിളാണ്. ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ചെയ്തെടുക്കാം. വന്നോളൂ. ഓക്കെ.